വാർദ്ധക്യത്തെ എങ്ങനെ നേരിടാം? സങ്കീർത്തനം 92 1 മുതൽ 15 വരെ. ചിന്തയ്ക്കായിട്ട് 14 വാക്യം. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ജരാനരകളെ ഭയപ്പെടാത്തവർ വിരളമാണ്. അവ വാർദ്ധക്യ ലക്ഷണമാണല്ലോ. 55 വയസ്സുവരെ ഊർജ്ജസ്വലരായി ജോലി ചെയ്ത പലരെയും റിട്ടയർ ചെയ്യാനുള്ള ഓർഡർ കയ്യിൽ കിട്ടുന്നതോടൊപ്പം ജരാനരകൾ ബാധിക്കുക സർവ്വസാധാരണമാണ്. മുടിയിൽ ചായം പുരട്ടിയും മറ്റും ചെറുപ്പം ചമയുവാൻ ചിലർ വിഫല ശ്രമം നടത്താറുണ്ട്. വാർദ്ധക്യത്തെ ഇത്ര ഭയപ്പെടുവാൻ എന്തിരിക്കുന്നു എന്ന് സ്വയം ചോദിക്കുവാനുള്ള ധൈര്യം പോലും അവർക്കില്ല. ശാരീരികവും മാനസികവുമായ കഴിവുകൾ കുറഞ്ഞ് പരാധീനരായി തീരുമെന്നുള്ള ഭയം, തുച്ഛ വരുമാനമോ പെൻഷനോ കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ള ഭയം, ജീവിത സായാഹ്നത്തിലും ഉണ്ടാകാവുന്ന നിസ്സഹായാവസ്ഥ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മുതലായവയെക്കുറിച്ചുള്ള ഭയം, സർവോപരി മരണത്തെ നേരിടുവാനുള്ള ഭയം, ഇവയെല്ലാമാണ് വാർദ്ധക്യത്തെ ഒരു പേടി സ്വപ്നമാക്കി തീർക്കുന്നത്. അടുത്ത സമയത്ത് ഒരു മാന്യ വനിത ഈ പ്രശ്നത്തിന് നൽകിയ ഉത്തരം ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ദീർഘകാലമായി അവർ ഒരു രോഗിണിയായി കഴിയുകയാണ്. പ്രമേഹ രോഗബാധിതയായ അവർക്ക് പല തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. മരണത്തിൻ്റെ വരെ എത്തിയ പല സന്ദർഭങ്ങളും ഉണ്ടായി. കുത്തുവയ്പ്പുകളും മരുന്നുകളുമെല്ലാം മുറ പോലെ ഉണ്ടെങ്കിലും അവ ഒന്നുമല്ല ആ മഹതിയെ പ്രസന്നവദനയായി ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പ്രാപ്തയാക്കി തീർത്തത്. ഞാൻ ഈ രോഗങ്ങളോടൊത്ത് ജീവിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. ഇതൊരു വലിയ തത്വശാസ്ത്രമാണ്. നമ്മിൽ പലരും വാർദ്ധക്യമോ രോഗങ്ങളോ ഉണ്ടായാൽ അവയോടൊത്ത് മരിക്കുന്നവരായിട്ടാണ് കാണാറുള്ളത്. ആ സ്വാതിയാകട്ടെ വാർദ്ധക്യത്തോടും വിട്ടുമാറാത്ത രോഗത്തോടുമൊത്ത് പുഞ്ചിരിയോടുകൂടി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജീവിക്കുന്നു. ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ അതിനുള്ള ധൈര്യമുണ്ടാകൂ. വാർദ്ധക്യത്തിൻ്റെ പടി കടന്ന ശേഷം ഊർജ്ജസ്വലരായി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പല ചരിത്ര പുരുഷന്മാരും നമുക്ക് കാണുവാൻ കഴിയും. ജോർജ് സന്തായനെ എന്ന മഹാൻ ഒരിക്കൽ പറഞ്ഞു, എനിക്കിപ്പോൾ 82 വയസ്സുണ്ട്. എൻ്റെ ആയുസ്സിൽ ഇത്രയും സന്തോഷമുള്ള ഒരവസരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വാർദ്ധക്യത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് പറയുന്നു ഈ വാക്കുകൾ എപ്പോഴും പരാതികളും പരിദേവനങ്ങളുമായി കഴിയുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ്. ജോൺ വെസ്ലി 88 വയസ്സുള്ളപ്പോഴും എല്ലാ ദിവസവും പ്രസംഗിക്കുമായിരുന്നു. സോഫോക്ലീസ് ഈഡിപ്പസ് എന്ന കൃതി രചിച്ചത് 90-ാമത്തെ വയസ്സിലാണ്. തിതിയൻ എന്ന വിശ്വകലാകാരൻ അദ്ദേഹത്തിൻ്റെ ചില മാസ്റ്റർ പീസുകൾ രചിച്ചത് 85-ാമത്തെ വയസ്സിലാണ്. ആധുനിക വൈദ്യശാസ്ത്രം മർത്യായുസിൻ്റെ അറുതി മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും പലരുടെയും ജീവിതം ദുരിതപൂർണമാണ്. വാർദ്ധക്യത്തെ അതിൻ്റേതായ രോഗദുഃഖങ്ങളോടും പരാധീനതകളോടും കൂടി സ്വീകരിക്കുവാൻ കഴിയാത്തതാണ് അതിന് കാരണം. അവർ ലോകത്തെ ആകമാനം വെറുക്കും. മറ്റുള്ളവരുടെ സാമീപ്യവും അവർ വെറുക്കുന്നു. സ്വയം സൃഷ്ടിക്കുന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ട ഒരുവനെ പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഒറ്റപ്പെടലോ അകന്നുമാറലോ അല്ല, പ്രത്യേകത ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരുടെ സൗഹൃദവും കൂട്ടായ്മയുമാണ് സന്തോഷത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നതെന്ന് നാം ഓർത്തിരിക്കണം. ഓർക്കണമേ, സ്വർഗ സമ്മാനത്തിനായി നമ്മെ ഒരുക്കുന്ന പരിശീലനമാണ് ജീവിതം. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.